സോ വി ഇരിക്കുന്നത് എവിടെയാണോ അതിൻ്റെ ലെഫ്റ്റിലാണ് എക്സ് ഇരിക്കുന്നത്. സോ ഇങ്ങനെ വരണം. അപ്പോൾ രണ്ടുപേരും ഇവിടെ അടുപ്പിച്ച് വരണം. അപ്പോൾ രണ്ടുപേരുടെ ഗ്യാപ്പ് ദാ ഇവിടെ മാത്രമാണ് വന്നിട്ടുള്ളൂ. ഹലോ എവ്രി വൺ, നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളിപ്പം കാണുന്നത് പോലെ കുറേ ആൾക്കാർ ഒരു നേർരേഖയിൽ നേരെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ തിരിഞ്ഞു നിൽക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങൾ ബാങ്കിങ് എക്സാംസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ചിലപ്പം ഇവരെല്ലാവരും ഒരേ ദിശയിലേക്കായിരിക്കും ഫേസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലർ മുമ്പിലേക്കും ചിലർ പുറകിലേക്കും ഒക്കെ ആയിരിക്കും. ഇനി ഒന്നില്ലെങ്കിൽ ഇവരെല്ലാവരും ഒരു പ്രത്യേക ഡിറക്ഷൻ, മേ ബി നോർത്ത് ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിലേക്കോ ഒക്കെ ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് SBI പ്രിലിംസിൻ്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ നമ്മൾ സാധാരണ പറയുന്നത് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചോദ്യങ്ങൾ എന്നാണ്. അപ്പോൾ ഇതുപോലെ വരുന്ന ചോദ്യങ്ങൾ നമ്മൾക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? സോ ബാങ്ക് എക്സാംസിൽ വരുന്ന ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്നതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ മുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോഴെല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലെ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. സോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ തന്നെ പലതരം സബ് ടൈപ്പുകൾ സാധാരണ ചോദിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ബാങ്ക് എക്സാംസിൽ ചോദിക്കാറുള്ളത് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും റെക്റ്റാങ്കുലറുമാണ്. പാരലൽ റോയും ചോദിക്കാറുണ്ട്, പക്ഷേ ഇത് മറ്റത് മൂന്നുമാണ് ഒത്തിരി കോമൺ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് സബ് ടൈപ്പ് ആയിട്ടുള്ള ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. സോ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചോദ്യങ്ങളിൽ തിരിച്ചറിയണം. അതിൽ നമുക്കറിയാം, ഇതുപോലത്തെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ തരും. ഫോർ എക്സാമ്പിൾ, ഒരു 8 പേര് ഒരു നേർരേഖയിൽ ഏതോ ഒരു ഡിറക്ഷനിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഇൻഫർമേഷൻ വന്നു തുടങ്ങും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നേരത്തെ എക്സാമ്പിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം T sits 3 places away from W. Only one person sits between Y and T. Y sit neither adjacent to W nor at the end. അപ്പോൾ ഈ 3 ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്താൽ ഇവിടെ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനിൽ മാത്രം Y എന്നത് Wൻ്റെ അടുത്തും ഇരിക്കുന്നില്ല അറ്റത്തും ഇരിക്കുന്നില്ല എന്നൊരു ഇൻസ്ട്രക്ഷനാണ് തരുന്നത് അല്ലേ. അപ്പോൾ ഇതിന് മറ്റത് രണ്ടിൽ നിന്നുമുള്ള വ്യത്യാസം എന്താണ്? മറ്റത് രണ്ടും T sits 3 places away from W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T ഇരിക്കുന്നത് മൂന്നാമത്തെ സ്ഥാനമാണ് Wവിൽ നിന്നും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡയറക്റ്റ്ലി ഇങ്ങനെ വരയ്ക്കാം. അതേസമയം Y ഇവിടെ Wൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല അല്ലെങ്കിൽ അറ്റത്തും ഇരിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു ഡയഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിറക്റ്റ് ഇൻഫർമേഷനും ഇൻഡയറക്റ്റ് ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ എന്താണ് ഡിറക്റ്റ് ഇൻഫർമേഷൻ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള, നമുക്ക് നേരെ കാണുമ്പോൾ തന്നെ ഡയഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് ഡയഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ എന്നാൽ നമുക്ക് ഏതെങ്കിലും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കേസുകൾ, ഇത് അല്ലെങ്കിൽ ഇത് രണ്ട് ഡയഗ്രാമിൽ ഏതും ശരിയാകാം എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ അതിൽ തെറ്റായ ഡയഗ്രാമിനെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ഇപ്പം ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ മാത്രമല്ല ഏത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ചോദ്യങ്ങളിലും നിങ്ങൾക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മുടെ ഡയഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഡിറക്റ്റ് ഇൻഫർമേഷൻ ക്ലൂ ഉപയോഗിച്ചിട്ടാണ്. ഇൻഡയറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് തെറ്റായിട്ടുള്ള ഡയഗ്രാംസിനെ എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ലീനിയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ലൈനുമായി ബന്ധപ്പെട്ടതാണ്. സോ ബേസിക്കലി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കുറേ ആൾക്കാർ ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് വരുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഇരിക്കുന്നവർക്ക് ആക്ച്വലി ഏത് ഡിറക്ഷനിലേക്ക് വേണമെങ്കിലും ഫേസ് ചെയ്യാം. ഒന്നെങ്കിൽ അവർ നോർത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ അവർ സൗത്തിലേക്കായിരിക്കും, ഇല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റോ നോർത്ത് വെസ്റ്റോ എവിടേക്കെങ്കിലും ഒക്കെ ഫേസ് ചെയ്തിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എപ്പോഴും എല്ലാവരും ഒരേ ദിശയിലേക്ക് ഫേസ് ചെയ്യണമെന്നില്ല. എല്ലാവരും ഒരേ ദിശയിലേക്ക് ഫേസ് ചെയ്യുന്നതിനെ നമ്മൾ ഡിറക്ഷണൽ എന്നും, എന്നാൽ രണ്ട് ദിശയിലേക്ക് ഫേസ് ചെയ്യുന്നതിനെ നമ്മൾ ബൈ ഡിറക്ഷണൽ എന്നും പറയാറുണ്ട്.
അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു എക്സ്റ്റൻഷനാണ് ഡുവൽ റോ ലീനിയർ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പാരലൽ റോ ലീനിയർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ലെഫ്റ്റും റൈറ്റും എന്താണ് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ഇമേജിനെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലേ. ഇപ്പം ഈ സ്ക്രീനിലുള്ള ആൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് പോലെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇമാജിൻ നിങ്ങൾ ഇയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വലത് കൈ കൊണ്ടായിരിക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അയാളുടെ ഏത് കൈയിലായിരിക്കും നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്? വീണ്ടും വലത് കൈ തന്നെയായിരിക്കും. സോ ഇയാളുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ. എൻ്റെ ഇടത് കൈ ഇതാണ്, ആ സ്ഥലത്താണ് അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അയാളുടെ റൈറ്റ് ഹാൻഡ് വരുന്നത്. സോ ഒരാൾ നമുക്ക് അഭിമുഖമായിട്ട് നിൽക്കുകയാണെങ്കിൽ അയാളുടെ റൈറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മളുടെ ഇപ്പോൾ എഴുതുന്ന സ്ഥലം അല്ലെങ്കിൽ എഴുതുന്ന കൈയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും അയാളുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. ഇനി അയാളെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് നോക്കിക്കേ, അയാളുടെ റൈറ്റ് ഹാൻഡ് നേരെ ഇപ്പുറത്ത് കുറച്ച് ഇങ്ങോട്ട് ചെരിഞ്ഞ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പോഴും ഇത് ഇയാളുടെ റൈറ്റ് ഹാൻഡാണ്. അയാൾ ഒന്നും കൂടി തിരിയുകയാണെങ്കിലോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പം അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നത് ഈസ്റ്റിലേക്കാണ്. സോ അദ്ദേഹത്തിൻ്റെ വലത് കൈയാണ് നമ്മുടെ നേരെ ചൂണ്ടുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വലത് കൈ. അദ്ദേഹം തിരിയുമ്പോൾ അത് വീണ്ടും നമ്മുടെ നേരെ തന്നെയാണ് വരുന്നത്. ഇനി വീണ്ടും അയാളിപ്പം നേരെ ഈ സൈഡിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അയാളുടെ വലത് കൈ എവിടെ എത്തി? ഈ സൈഡിൽ തന്നെയാണ് അയാളുടെ വലത് കൈ പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ ലാസ്റ്റായിട്ട് അദ്ദേഹം ആ സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വലത് കൈ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡ് ഇവിടെയും ഇത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡുമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഇയാൾ ബാക്കിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇതേ ലെഫ്റ്റ് ഹാൻഡ് ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ അതേ സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റൈറ്റിൻ്റെയും ലെഫ്റ്റിൻ്റെയും കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇത്രയും ആലോചിച്ചാൽ മതി. ഒരാൾ നമ്മുടെ അതേ ഡയറക്ഷനിൽ ഫേസ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനെ ഫേസ് ചെയ്യുന്നു, നിങ്ങളൊരു പക്ഷേ ലാപ്ടോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലായിരിക്കാം, ടാബായിരിക്കാം. നിങ്ങൾ എങ്ങോട്ടാണോ ഫേസ് ചെയ്യുന്നത് അതിനെ നമ്മൾ എപ്പോഴും നോർത്ത് ഡിറക്ഷൻ എന്നാണ് വിളിക്കുക. സോ നോർത്ത് ഡിറക്ഷനിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരാളുടെ ഇടതും വലതും നമ്മുടെ ഇടതും വലതും തന്നെയായിരിക്കും. സോ ഇപ്പം ഞാൻ ഇയാൾക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന അതേ ഇടതും വലതും തന്നെയാണ് നമുക്കും ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നത് അല്ലേ. സോ അത് തന്നെയാണ് നമ്മളിവിടെ നോർത്ത് ഡിറക്ഷനിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മുടെ ആദ്യത്തെ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. അന്നേരം ഇയാൾ നേരെ സൗത്തിലേക്കായിരുന്നു ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇയാളുടെ ഇടതും വലതും ഏതായിരുന്നു? നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. സോ ഒരാൾ നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പം അയാൾക്ക് നമ്മുടെ ഇടതും വലതും, ഒരാൾ സൗത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അഭിമുഖമായിട്ട് ഫേസ് ചെയ്യുമ്പോൾ അയാളുടെ ഇടതും വലതും നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നമ്മൾ പ്രത്യേകമായിട്ടും പഠിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? പിന്നെ ഈ നോർത്ത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ചിലപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു 8 പേര് ഒരു നേർരേഖയിൽ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കുന്നു, അവർ ഏത് ദിശയിലേക്ക് ഫേസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടാവില്ല. അങ്ങനത്തെ കേസസ് വരുമ്പോഴൊക്കെ ബൈ ഡീഫോൾട്ട് നമ്മൾ എപ്പോഴും എടുക്കേണ്ട ഡിറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഡിറക്ഷനാണ്. സോ നോർത്ത് ഡിറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിറക്ഷൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് അത് നോർത്ത് ആയിരിക്കണം. നിങ്ങൾ എടുക്കേണ്ടത് ലെഫ്റ്റും റൈറ്റും നമ്മുടെ തന്നെ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. സോ കോൺസെപ്റ്റ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ വരയ്ക്കില്ലല്ലോ. അപ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരാളെ നമ്മൾ അപ്പ് ആരോ കൊണ്ടും സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു ആളെ നമ്മൾ ഡൗൺ ആരോ കൊണ്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ആളുടെ ലെഫ്റ്റും റൈറ്റും എവിടെ? ഇതാണ് ലെഫ്റ്റും റൈറ്റും അയാളുടെ. സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ആളുടെ റൈറ്റ് ഇവിടെയും ലെഫ്റ്റ് ഇവിടെയും വരും. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ലീനിയറിൽ തന്നെ യൂണി ഡിറക്ഷണലും ബൈ ഡിറക്ഷണലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണി എന്ന് വെച്ചാൽ എന്തായിരിക്കും? യൂണിഫോംലി അല്ലെങ്കിൽ 1 എന്നാണ് അർത്ഥം. സോ ബേസിക്കായിട്ട് ഇവിടെ ഒരേ ദിശയിലേക്ക്, അതിപ്പം ഏത് ദിശയാകാം, നോർത്തിലേക്ക് തന്നെ ആകാം അല്ലെങ്കിൽ സൗത്തിലേക്ക് തന്നെ ആകാം, ഏതെങ്കിലും ഒരു ദിശയിലേക്ക്
മാത്രം ഫേസ് ചെയ്തുകൊണ്ട് എല്ലാവരും നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ യൂണി ഡിറക്ഷണൽ എന്നും, എന്നാൽ ചിലർ ഒരു ദിശ, മറ്റേ ആൾക്കാർ വേറെ ദിശ, അതിപ്പം ഓൾട്ടർനേറ്റ് ആയിട്ട് എല്ലാവരും തന്നെ നിൽക്കണമെന്നില്ല. ചിലപ്പം 6 പേര് നിൽക്കുന്നതിൽ 5 പേരും ഒരു ദിശയിലും ഒരാൾ നേരെ തിരിഞ്ഞും, അങ്ങനെയും ചോദ്യങ്ങൾ വരാം. അതിനെ നമ്മൾ ബൈ ഡിറക്ഷണൽ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് അത്ര കോമൺ അല്ല. ബേസിക്കലി കോമൺ ആയിട്ട് യൂണി ഡിറക്ഷണൽ ചോദ്യങ്ങൾ തന്നെയാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയഗ്രാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഇപ്പോൾ എല്ലാവരും എങ്ങോട്ടാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്? ഇപ്പോൾ എല്ലാവരും തന്നെ സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഇടതും വലതും അവരുടെ ഇടതും വലതും സെയിം ആണോ? അല്ല, ഓപ്പോസിറ്റ് ആണ് അല്ലേ. അവരുടെ ഇടത് ഇവിടെയും വലത് ഇവിടെയും ആണ് അല്ലേ. വീണ്ടും ഇവിടേക്ക് റൈറ്റും ലെഫ്റ്റും വരും, വീണ്ടും റൈറ്റും ലെഫ്റ്റും വരും, വീണ്ടും ഇവിടെ റൈറ്റും ലെഫ്റ്റും വരും. സോ ഇനി ജസ്റ്റ് എല്ലാവരും നേരെ തിരിഞ്ഞു. ഇപ്പോൾ അവരെങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? എല്ലാവരും ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് നോർത്തിലേക്കാണ്. സോ നമ്മുടെ സെയിം ആണ്. നമ്മുടെ ലെഫ്റ്റും റൈറ്റും അവരുടെ സെയിം ആണ്. നമ്മുടെ ലെഫ്റ്റും റൈറ്റും എല്ലാവരുടെയും സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതിൽ 2 പേര് മാത്രം ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ എന്തായിരിക്കും റൈറ്റിനും ലെഫ്റ്റിനും സംഭവിച്ചിരിക്കുന്നത്? ഈ ഗ്രീൻ ഡ്രസ് ഇട്ട പെൺകുട്ടിയുടെ ലെഫ്റ്റും റൈറ്റും നമ്മുടെ സെയിം ആണ്. ബ്ലാക്ക് ഡ്രസ് ഇട്ട ആളുടേത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെയാണ് റൈറ്റും ലെഫ്റ്റും വരുന്നത്. ഓക്കെ, വീണ്ടും ഈ വൈറ്റ് ഡ്രസ് ഇട്ട പെൺകുട്ടിയുടെ ലെഫ്റ്റും റൈറ്റും നമ്മുടെ സെയിം ആണ്. ബ്ലൂ ഡ്രസ് ഇട്ട പെൺകുട്ടിയുടെ ലെഫ്റ്റും റൈറ്റും നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് വരുന്നത്. സോ ഇവിടെ മേ ബി നമുക്കിപ്പോൾ ഇവർക്ക് പേരുണ്ട്, ABCD ആണ് എന്ന് കരുതുക. ഞാനിവിടെ ബിയുടെ ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലെഫ്റ്റ് അല്ല. ബിയുടെ ലെഫ്റ്റ് എവിടെയാണ്? ബിയുടെ ലെഫ്റ്റ് ഈ സൈഡിലേക്കാണ്. ക്ലിയർ ആയല്ലോ? അതേപോലെ ഞാനിവിടെ ഇതിപ്പോൾ D ആണെങ്കിൽ ഡിയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിയുടെ മാത്രം റൈറ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സോ ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ഇവർ എല്ലാവരും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്താ ഈ ഡിറക്ഷനിലേക്ക്, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഡിറക്ഷനിലേക്ക് ഫേസ് ചെയ്യുന്ന ഡയഗ്രാമാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എപ്പോഴും ഒരേ സൈഡിലേക്ക് തന്നെ ഫേസ് ചെയ്യണമെന്നില്ല. ചിലർ അങ്ങോട്ട്, ചിലർ ഇങ്ങോട്ട്, ചിലർ നോർത്ത്, ചിലർ സൗത്ത്, അങ്ങനെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും ഒക്കെ നമുക്ക് ക്വസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമ്മളിപ്പം എടുത്തിട്ടുണ്ടായിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇത് SBI പ്രിലിംസിൻ്റെ 2022 എക്സാമിലെ ചോദ്യമാണ്. സോ ഇത് കാണുമ്പോൾ വലിയ ക്വസ്റ്റൻ പോലെ തോന്നും, പക്ഷേ ആക്ച്വലി ഈ ക്വസ്റ്റനിൽ നിന്ന് ഒരു 3-4-5 ക്വസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ മേ ബി ഇപ്പോൾ 2 മിനിറ്റ് എടുത്താലും 5 ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 5 ക്വസ്റ്റൻസിന് നിങ്ങൾ എടുക്കുന്ന സമയമാണ് 2 മിനിറ്റ് അല്ലെങ്കിൽ 2.5 മിനിറ്റ് എങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. അത് പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. സോ ഫസ്റ്റ് നമുക്കിവിടെ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. 7 persons Y, X, W, V, U, T and S are sitting on a row facing north, not necessarily in the same order. അത് എല്ലാ ക്വസ്റ്റൻസിലും പറയും, അതേ ഓർഡറിലാവണം എന്നില്ല. ഈ ഇത്രയും 7 പേര് നോർത്തിലേക്കുള്ള ഒരു റോയിൽ ഫേസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇത് ഇൻസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ്, ഇത് ക്ലൂ അല്ല. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ക്വസ്റ്റൻസിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടത്? ഡയഗ്രാം വരയ്ക്കണം അല്ലേ. അപ്പോൾ 7 പേരാണ്, വ്യക്തമായിട്ട് പറയുന്നു നോർത്ത് ആണെന്ന്. അപ്പോൾ നമുക്ക് 7 പേരെയും ജസ്റ്റ് ഒന്ന് നോർത്തിൽ വരച്ച് നോക്കിയാലോ. സോ ഞാനിവിടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആദ്യം 1-ാമത്തെ ആൾ, 2-ാമത്തെ ആൾ, 3-ാമത്തെ ആൾ, 4, നെക്സ്റ്റ് 5, അതിനുശേഷം 6, 7 പേരെയും വരച്ചു. അപ്പോൾ ഇവർ നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ഇവരുടെ ലെഫ്റ്റ് നമ്മുടെ ലെഫ്റ്റും ഇവരുടെ റൈറ്റ് നമ്മുടെ റൈറ്റുമാണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇത്രയുമാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഇനി നമ്മുടെ ഇൻസ്ട്രക്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് പറയണു T sits 3 places away from W. T ഇരിക്കുന്നത് ഡബ്ല്യുവിൽ നിന്നും 3 places away ആണ്. 3 places എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 3-ാമത്തെ സ്ഥാനം എന്നാണ്. അപ്പോൾ അവിടെ 3-ാമത്തെ സ്ഥാനം എന്ന് വെച്ചാൽ നടുക്ക് 2 പേരെന്നാണ് അർത്ഥം അല്ലേ. പക്ഷേ ഇവിടെ ആരാണ് ഇടതിരിക്കുന്നത്, ആരാണ് വലതിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ വേണമെങ്കിൽ T-W എന്നിങ്ങനെ വരാം. ആദ്യം T കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് W വരാം, അല്ലെങ്കിൽ W കഴിഞ്ഞ് 2 പ്ലേസ് കഴിഞ്ഞ് T വരാം. ഇതിൽ രണ്ടിലും അർത്ഥം എന്താണ്? 3 places away ആണ്. ഇനി വീണ്ടും only 1 person sits between Y and T. ടീൻ്റെയും വൈൻ്റെയും നടുക്ക് ഒരാളേ ഉള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ Tക്ക് എവിടെ വരാൻ പറ്റും? നമുക്ക് ജസ്റ്റ് നോക്കാം. 2 രീതിയിൽ നമുക്ക് ഇതിലേക്ക് അടുത്ത ക്ലൂ കൊണ്ടുവരികയാണെ.
ടി കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞിട്ടാണ് വൈ. അപ്പോൾ ഒന്നെങ്കിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ മേ ബി ഇവിടെ വൈക്ക് വരാൻ പറ്റും. ഇനി അടുത്ത ക്ലൂ നോക്കുക. ഇത് രണ്ടും ഡിറക്റ്റ് ഇൻഫർമേഷൻ ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അടുത്തതിൽ ഇപ്പോൾ നമുക്കിവിടെ 2 കേസ് കിട്ടി. മൂന്നാമത്തെ ക്ലൂ വൈ സെറ്റ് നെയ്തർ അഡ്ജസെന്റ് ടു ഡബ്ല്യു. അപ്പോൾ ഇങ്ങനെ വൈക്ക് ഡബ്ല്യുവിൻ്റെ അടുത്തിരിക്കാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇതുപോലത്തെ കേസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഓൾട്ടർനേറ്റ് കേസസിനെ എലിമിനേറ്റ് ചെയ്യാനാണ് ഇൻഡയറക്റ്റ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പോയി. ആൻഡ് വൈ ഡസ് നോട്ട് സിറ്റ് അറ്റ് ദി എൻഡ്. വൈക്ക് അറ്റത്തും ഇരിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ? ഇവിടെ ആകെ 7 പേരേ ഉള്ളൂ. അപ്പോൾ വൈ ഡബ്ല്യുവിൻ്റെ അടുത്തല്ല ഇരിക്കുന്നതെങ്കിൽ ഇതാണ് ശരി. ഓക്കെ, സോ 1 2 3 4 5 6 ഇവർ തന്നെ 6 പേരായി. അപ്പോൾ ഒരാൾ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വൈ അറ്റത്താകും അല്ലേ. വൈ അറ്റത്ത് വരാൻ പാടില്ല എന്ന് ക്ലിയർലി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് ഓർഡർ എങ്കിൽ വൈക്ക് മുമ്പായിട്ട് അല്ല ടിക്ക് മുമ്പായിട്ട് നമ്മുടെ വൈ വരണം. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ 2 ക്ലൂസ് നമ്മൾ യൂസ് ചെയ്തു. മൂന്നാമത്തെ ക്ലൂ നമ്മൾ എന്തിനാണ് ഉപയോഗിച്ചത്? നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ മിക്കവാറും W'-T എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വരാൻ സാധ്യതയില്ല. കാരണം അത് വന്നാൽ വൈ ഇവിടെ ഇരിക്കേണ്ടി വരും, ഇങ്ങോട്ട് വന്നാൽ വൈക്ക് അറ്റത്തേക്ക് പോകേണ്ടിയും വരും. സോ ഇതിൽ ഇതാവാനാണ് സാധ്യത. T'-W വരാനാണ് സാധ്യത. ഓക്കെ, നെക്സ്റ്റ് തന്നിരിക്കുന്നു നമ്പർ ഓഫ് പേഴ്സൺസ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ് ഇസ് സെയിം ആസ് ദി നമ്പർ ഓഫ് പേഴ്സൺസ് ടു ദി റൈറ്റ് ഓഫ് എക്സ്. അപ്പോൾ എസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും പേര് തന്നെയാണ് എക്സിൻ്റെ വലതുവശത്തും വരുന്നത്. നൗ എക്സ് സിറ്റ്സ് ടു ദി റൈറ്റ് ഓഫ് ടി. ടീൻ്റെ വലതുഭാഗത്താണ് എക്സ് ഇരിക്കുക. അപ്പോൾ ടി ഇവിടെ വരികയാണെങ്കിൽ പിന്നെ എക്സിന് ഇടത്തേക്ക് ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ടി ഇവിടെ ആയിരിക്കണം മിക്കവാറും വന്നിട്ടുണ്ടാവുക. ക്ലിയർ ആയല്ലോ? സോ വൈക്ക് ഇവിടെ അറ്റത്ത് വരാൻ പാടില്ലെങ്കിൽ പിന്നെ വൈ ഇവിടെ വൈ വരില്ല. കാരണം എന്താ? 6 പേരാണ് ആകെയുള്ളൂ. ഇവിടെ വൈ വന്നിട്ടുണ്ടെങ്കിൽ വൈ അറ്റത്താകും. അത് പോസിബിൾ അല്ല. സോ വൈ കഴിഞ്ഞ് അടുത്ത ആൾ മിസ്സിങ്, പിന്നെ ടി കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ഡബ്ല്യു വരുന്നത്. നെക്സ്റ്റ് നോക്കുക. X sits to the right of T and to the immediate left of V. So V ഇരിക്കുന്നത് എവിടെയാണോ അതിൻ്റെ ലെഫ്റ്റിലാണ് എക്സ് ഇരിക്കുന്നത്. സോ ഇങ്ങനെ വരണം. അപ്പോൾ 2 പേര് ഇവിടെ അടുപ്പിച്ച് വരണം. അപ്പോൾ 2 പേരുടെ ഗ്യാപ്പ് ദാ ഇവിടെ മാത്രമാണ് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് എസ് ബാക്കിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ യുവും ബാക്കിയുണ്ട്. പക്ഷേ എസിൻ്റെ ക്ലൂ എന്തായിരുന്നു? എക്സിൻ്റെ വലതുവശത്ത് എത്ര പേരുണ്ട്? ഇവിടെ 2 പേരുണ്ട്. അത്രയും പേര് എസിൻ്റെ ഇടതുവശത്ത്. അപ്പോൾ എസ് ഇവിടെ വന്നാലാണ് എസിൻ്റെ ഇടതുവശത്ത് 2 പേര് കറക്റ്റ് വരുള്ളൂ അല്ലേ. എക്സിൻ്റെ ഇങ്ങോട്ട് 2 പേരാണ്, എസിൻ്റെ ഇവിടേക്കും 2 പേരാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് യു ആണ്. യുവിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫൈനൽ ഡയഗ്രാം. ക്ലിയർ ആയല്ലോ? എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാട്ടോ ഇത്രയും ടൈം എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ഇത്രയും സമയമൊന്നും എടുക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡയഗ്രാം ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയഗ്രാം കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി പൊസിഷൻ ഓഫ് യു വിത്ത് റെസ്പെക്ട് ഓഫ് എസ്? എസിൽ നിന്ന് നോക്കുമ്പോൾ യുവിൻ്റെ പൊസിഷൻ എവിടെയാണ്? എസിൽ ഇതാണ്, യു ഇരിക്കുന്നത് നേരെ ഇവിടെയാണ് അല്ലേ. അപ്പോൾ എസ്സിൽ നിന്ന് നോക്കുമ്പോൾ യു എവിടെയായിരിക്കുക? ലെഫ്റ്റിലാണ്. സെക്കൻഡ് ടു ദി ലെഫ്റ്റിലാണ് നമ്മുടെ യു ഇരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് അല്ല, തേർഡ് ടു ദി റൈറ്റ് അല്ല, സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഇവിടെയുണ്ട്, സെക്കൻഡ് ടു ദി റൈറ്റും അല്ല, ഇമ്മീഡിയറ്റ് റൈറ്റും അല്ല. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി വീണ്ടും നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. 4 of the following 5 are same in some way, find the odd one. 5 ഓപ്ഷൻസിൽ 4 എണ്ണം ഒരുപോലെയാണ്, എന്നാൽ ഒരെണ്ണം മാത്രം ഡിഫറെൻ്റ് ആണ്. അതെന്താ നോക്കാം. ആദ്യം യു വൈ ആൻഡ് വി ഡബ്ല്യു. യു ആൻഡ് വൈ എവിടെ പോയി? യുവും വൈയും അടുത്തടുത്താണ്, വിയും ഡബ്ല്യുവും അടുത്തടുത്താണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് യു, പിന്നെ വൈ വന്നു, പിന്നെ വി, പിന്നെ ഡബ്ല്യു വന്നു. അപ്പോൾ ലെഫ്റ്റും റൈറ്റും അങ്ങനെയാണ് വരുന്നത്. എസ്, എക്സ് ആൻഡ് ഡബ്ല്യു ടി. എസ് ഇവിടെ ലെഫ്റ്റിൽ വന്നു, എക്സ് ഇപ്പുറത്ത് വന്നു, ഡബ്ല്യു ആൻഡ് ടി ഡബ്ല്യു ഈ സൈഡിലും ടി ഈ സൈഡിലുമാണ്. ഓക്കെ, വൈ ആൻഡ് വി. വൈ ആൻഡ് വി. ഓക്കെ ഫൈൻ. അപ്പോൾ വൈൻ്റെ വിയിലും അതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ നോക്കിയാൽ ഫസ്റ്റത്തെ ആൾ ലെഫ്റ്റ്, പിന്നത്തെ ആൾ റൈറ്റ്. ഇവിടെ ലെഫ്റ്റും റൈറ്റും, ഇവിടെ ലെഫ്റ്റും റൈറ്റും, ഇവിടെയും ലെഫ്റ്റും റൈറ്റുമാണ്. എന്നാൽ ഇവിടെ മാത്രം റൈറ്റും ലെഫ്റ്റുമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ നമ്പർ ഡി ആയിരിക്കും. കാരണം ബാക്കി എല്ലാവരും ഒരേ ഓർഡറിൽ, ആദ്യത്തെ ആൾ ലെഫ്റ്റ്, പിന്നത്തെ ആൾ റൈറ്റ് എന്നുള്ള ഓർഡറിലാണ്. ഇവിടെ മാത്രം ആദ്യത്തെ ആൾ റൈറ്റ്, പിന്നത്തെ ആൾ ലെഫ്റ്റ് എന്നുള്ള ഓർഡറാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം.
ഓക്കെ, അപ്പോൾ അതും മനസ്സിലായല്ലോ. സോ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം. വീണ്ടും അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? ഈ കൂട്ടത്തിൽ സത്യമായിട്ടുള്ളത് ഏതാണ്? എക്സ് സിറ്റ്സ് ടു ദി റൈറ്റ് ഓഫ് ഡബ്ല്യു. എക്സ് ഇരിക്കുന്നത് ഡബ്ല്യുവിൻ്റെ റൈറ്റ് ആണോ? അല്ല, ഈ സൈഡാണ് അല്ലേ, നേരെ ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റ്. 3 persons സിറ്റ്സ് ബിറ്റ്വീൻ യു ആൻഡ് വി. യുവിൻ്റെയും വിൻ്റെയും നടുക്ക് 3 പേരാണോ? അല്ല, 1 2 3 4 പേരുണ്ട് അല്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതും ഡെഫിനറ്റ്ലി തെറ്റ്. ടി സിറ്റ്സ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോ. ടി ആണ് നടുക്കിരിക്കുന്നത്, അതിവിടെ കറക്റ്റ് ആണ്. ബാക്കിയുള്ളത് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. എസ് സിറ്റ്സ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ഡബ്ല്യു. എസ് ഇരിക്കുന്നത് ഡബ്ല്യുവിൻ്റെ സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ആണോ? അല്ല, 1 2 3 4 ഫോർത്ത് ടു ദി ലെഫ്റ്റ് ആണ് ഇരിക്കുന്നത്, സെക്കൻഡ് അല്ല, ഫോർത്ത് ആണ് വരുന്നത്. അപ്പോൾ ഇതും തെറ്റ്. ഓൾ ആർ ട്രൂ എന്തായാലും അല്ല, കാരണം ആകെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇതിൽ ട്രൂ ആയിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി വീണ്ടും അടുത്ത ചോദ്യം, ഹൂ സിറ്റ്സ് 4 places അവേ ഫ്രം ദ പേഴ്സൺ ഹൂ സെറ്റ് അഡ്ജസെൻറ്റ് ടു ഡബ്ല്യു. ഡബ്ല്യുവിൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ 4 places അവേ ഇരിക്കുന്നത് ആരാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഡബ്ല്യുവിൻ്റെ നല്ല ചോദിച്ചിരിക്കുന്നത്, ഡബ്ല്യുവിൻ്റെ അടുത്തിരിക്കുന്ന ആളാട്ടോ. ഡബ്ല്യുവിൻ്റെ അടുത്തിരിക്കുന്ന ആളാരാണ്? വി ആണ്. 4 places അവേ, 1 2 3 4 ആണ് നമുക്കിവിടേക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ, who sits 4 places away from the person who sits adjacent to W. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? 4 places away എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ്ല്യുവിൻ്റെ അടുത്ത് വി ആണ്, 1 2 3 4 places away ആണ്. അപ്പോൾ 4 പ്ലേസ് കഴിഞ്ഞിട്ടാണ്. 3 places away എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 2 പ്ലേസ് ആണ് നടുക്കെടുത്തത്. അപ്പോൾ 4 places away എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 പ്ലേസ് എടുക്കുക. സോ അങ്ങനെ ഇരിക്കുന്നത് ഇവിടെ വൈ ആണ് അല്ലേ. അപ്പോൾ 4 places awayയുടെ ആൻസർ ആയിട്ട് നമുക്കിവിടെ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള വൈ ആണ് വരിക. റീസൺ എന്താ? നമ്മൾ ആദ്യം എടുത്തത് ടി എസ് 3 places away എന്ന് വെച്ചാൽ 1 2 3 തേർഡ് പ്ലേസ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ 4th പ്ലേസ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വീണ്ടും അവസാനത്തെ ചോദ്യം, ഹൗ മെനി പേഴ്സൺസ് സിറ്റ് ടു ദി റൈറ്റ് ഓഫ് എസ് ആൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ഡബ്ല്യു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഡയഗ്രാം ഉണ്ട്, ഡയഗ്രാം ഓൾറെഡി നമ്മൾ വരച്ചു. ഇതേ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ഒറ്റ ഒരു ചെറിയ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. സോ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഹൗ മെനി പേഴ്സൺസ് സിറ്റ്സ് ടു ദി റൈറ്റ് ഓഫ് എസ് ആൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് വി. വിൻ്റെ ഇടതുവശത്തായി എസിൻ്റെ വലതുവശത്തായി എത്ര പേരിയ്ക്കുന്നു? ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ആൻസർ മറക്കാതെ കോമെൻറ്റ്സിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും ഒരുപാട് ബാങ്ക് എക്സാംസ് ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മളിപ്പം കവർ ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു പസിൽസ് ആയിട്ടാണ് പൊതുവേ ബാങ്കിങ്ങിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിസ്സാക്കരുത്. ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ മിനിമം 4-5 ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് ഇത് ശരിയാക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പോലെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി എത്താൻ ജസ്റ്റ് ഒരു ഷെയർ ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണല്ലോ, അതുകൂടെ നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സർക്കുലറും റെക്റ്റാങ്കുലറും സ്ക്വയറും ഒക്കെ നമ്മൾ പുറകെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ എത്രയും വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.